ക്ലാസ് എന്താണ് പരിപാടി? എടാ അത് ഞാൻ കഴിച്ചാണ്. ഹായ്, പരിപ്പടാണോ? ഇന്ന് മേരി ഒന്നില്ലേ? മേരിനെ കണ്ടില്ലല്ലോ. എനിക്കൊന്നും അറിഞ്ഞൂടാ. ഇയാള് നല്ല ദേഷ്യത്തിലാന്ന് തോന്നുന്നു. കൂളാക്കാനായിട്ട് ഒരു തണുത്ത ലൈൻ പറയട്ടെ. ചേട്ടാ, എന്തോ കാര്യമുണ്ട്, പറ. അത് ഞങ്ങൾക്ക് ഈ പഴയ പള്ളികളെ കുറിച്ചൊരു പ്രോജക്റ്റ് ഒക്കെ ഉണ്ട്. അതിന്റെ റിസർച്ച്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അത്രേ ഉള്ളൂ? നെറ്റിൽ സെർച്ച് ചെയ്താ പോരെ? ഇതൊക്കെ ഞാൻ പറഞ്ഞു തരണോ? അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. നമ്മള് നേരിട്ട് നിന്ന് കളക്ട് ചെയ്യണം. ചേർച്ചിനെ പറ്റിയുള്ള ഹിസ്റ്ററി, ഫോട്ടോസ്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. എനിക്കാണെങ്കിൽ ഇവിടെ ആരും വലിയ പരിചയമില്ല. അതെന്താ അറിയോ, നമ്മൾ ഈ മനുഷ്യന്മാരുടെ അടുത്തൊക്കെ ഇടയ്ക്ക് വർത്താനം പറയണം, എന്നാലേ നമുക്ക് പരിചയം വരുള്ളൂ. അല്ലാതെ കുട്ടി വിചാരിക്കണാര് എല്ലാവരും കള്ളന്മാരും കോഴികളും പ്രശ്നക്കാരൊന്നുമല്ല. എന്നെ പോലെ കുറെ നല്ല ആൾക്കാരും ഉണ്ട്. എന്താ ഇരിക്കണേ? കുറച്ച് പഴയ പള്ളികളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അല്ലേ? ഞാൻ ശരിയാക്കി തരാം. മേഹൂന, 1 മിനിറ്റ്. എടാ, അതെ, നമ്മുടെ ക്ലാരയ്ക്ക് പഴയ പള്ളികളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എടാ, നീ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് അതൊന്ന് പറഞ്ഞ് ശരിയാക്ക് പ്ലീസ്. നമ്മുടെ കാരക്ക അവള് ഇവിടെ വെച്ചാണ് എന്റെ മൂത്രടിച്ച് മറന്നിട്ടില്ല. തവക്കൂട്ടി വക്കാലത്തായിട്ട് വന്നാക്കണം. എടുത്ത് പഠിക്കണ കാര്യമായതുകൊണ്ടാണ് സഹായിക്കാന്ന് വിചാരിച്ചത്. നമ്മളോ പഠിക്കുന്ന ആൾക്കാരെങ്കിലും നമുക്കൊന്ന് സഹായിച്ചു കൊടുക്കാം. പറയടാ പ്ലീസ് പ്ലീസ്. അല്ലാണ്ട് മേരിക്ക് വേണ്ടിട്ടൊന്നുമല്ല. സംസാരിക്ക കഴിച്ചോ. സഹതാപം തോന്നിട്ടല്ല, ഇവൻ വന്ന് പറഞ്ഞു കരഞ്ഞ് കാല് പിടിച്ചോണ്ടാണ്. പഴയ എത്ര പള്ളികളെ കുറിച്ച് അറിയണം? 5 അഞ്ചല്ലേ? അതെ, പഴയ പള്ളികളെ കുറിച്ച് ഒരു ചെറിയൊരു റിസർച്ച് നമ്മുടെ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിക്കാണ്. ഒരു 5 പള്ളികളെ കുറിച്ച്. ഇംഗ്ലീഷാ? എനിക്ക് എന്റെ പേര് മാത്രമേ എഴുതറിയാമുള്ളൂ. കുട്ടീനെയൊക്കെ സമ്മതിക്കണം. പേടിക്കണ്ട, അവൻ ശരിയാക്കി തരും. ഓക്കെ, ശരി ശരി. അച്ഛനോട് ഞാൻ സംസാരിച്ച് 3 പള്ളികൾ അച്ഛനെ നേരിട്ട് അറിയാവുന്നുണ്ട്. അവിടെ അച്ഛൻ വിളിച്ച് സംസാരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്കി പള്ളികളൊക്കെ അച്ഛൻ നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞു. പിന്നെ ഈ പള്ളികളൊക്കെ പല സ്ഥലങ്ങളായിട്ടാണ് ഉള്ളത്. പേടിക്കേണ്ട, അധികം ദൂരമൊന്നുമില്ല. എനിക്ക് ഈ സ്ഥലങ്ങളൊന്നും വലിയ പരിചയമില്ല. ആണോ? എന്നാ ഞാനൊരു കാര്യം ചെയ്യാം, ഈ പള്ളികളോടൊക്കെ കുട്ടറെ വീട്ടിലേക്ക് വരാൻ പറയാം. ഇയാൾ ഈ നാട്ടുകാരൊന്നുമല്ലേ? കുഴപ്പമില്ല, ഞാൻ പൊക്കോളാം. എനിക്ക് ആ ഡീറ്റെയിൽസ് തന്നാ മതി. ശരി, അയച്ചേക്കാം. ഫിജു, സോറി. അന്ന് പെട്ടെന്നുള്ള ദേഷ്യത്തില് അറിയാതെ സോറി. എനിക്കും വേണ്ട ഇയാളുടെ സോറി. പ്രോജക്റ്റ് കഴിയുമ്പോ ഒരരയുടെ പെപ്സിയും ഒരു ഫുൾ അൽഫാമന്തിയും മേടിച്ചു. പിന്നെ കുട്ടി മേടിക്കണ്ട, പ്രോജക്റ്റ് എന്ത് ചിലപ്പോഴെങ്കിലും സഹായിക്കും അല്ലടാ? ഞാനാ? കൂടെ ചെല്ലി, നിനക്കല്ലേ സഹായിക്കണ്ടേ, പഠിപ്പിക്കണ്ടേ? ഹായ്. അല്ല, ഞാൻ കരുതി ലൈലാസുരം വരുന്നില്ലാന്ന്. പോവാം. അല്ല, വണ്ടി എടുക്കുന്നില്ലേ? എന്തിനാണ് 2 വണ്ടി? നമുക്ക് ഈ വണ്ടി പോയ പോരെ? ഓടിച്ചോ. ഞാൻ ഓടിക്കണോ? പാട്ടേരാ, ആ വണ്ടി അന്തരം വയ്ക്കോ? ചാവി. ഹെൽമെറ്റ് വെച്ചോ. ഇരുന്നോ? പോവാം. പാട്ട് പോയാ.